ഇനി വരാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ അറിവാണ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം, ശാലിനിക്ക് സംഭവിച്ച തെറ്റുകൾ ശാലിനി സ്വയം മനസ്സിലാക്കണം. കാരണം ഇത്രയും നാൾ ത്യാഗം എന്ന രീതിയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു എന്ന കാര്യത്തിന് ശാലിനിക്ക് ഒരു ബോധോദയം വേണ്ടേ? അങ്ങനെ ഒരു മനസ്സിലാക്കമാണ് ശാലിനിക്ക് ശാരദാമ്മ ഇപ്പം പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ഇതുവരെയുള്ള വീഡിയോസിന് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിന് മുന്നേ സംഭവിച്ച വീഡിയോസ് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പം ശാലിനി എന്താണ് വിഷ്ണു വിവാഹിതനായി എന്നുള്ള കാര്യം ശ്യാമ വിളിച്ച് പറഞ്ഞതിനകത്ത് എല്ലാം അറിഞ്ഞിട്ട് തകർന്ന് നടുറോടിയിരിക്കുന്ന ശാലിനിയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എന്താണ് ശാരദാമ്മയ്ക്കും ഭയങ്കര വിഷമം. കാരണം ശാലിനിയുടെ ജീവിതം ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തതിനാണ് ദൈവം അവൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ശാരദാമ്മയും വിധിയെ പഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിധിയെ പഴിക്കുന്നതിന് പകരം പ്രവർത്തനങ്ങളെയാണ് പഴിക്കേണ്ടിയിരുന്നതെന്നുള്ള കാര്യം രണ്ടുപേരും തന്നെ മറന്നു പോവാണ്. ശാലിനിക്കാണെങ്കിൽ വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് തന്നെ ശാലിനി അവിടെ തന്നെ റോഡിലാണ് ഇരിക്കുന്നത്. ഒരു കളക്ടറാണെന്നുള്ള കാര്യം പോലും മറന്ന് റോഡിലിരുന്ന് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ശാലിനി ഇരുന്ന് കരയുവാണ് റോഡിൽ. അതിനുശേഷം നേരെ വീട്ടിൽ കൊണ്ടുവന്ന ശാരദാമ്മ ശാലിനിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കരഞ്ഞിട്ട് എന്തിനാ മോളെ, നീ ഇനി എന്തിനാ കരയുന്നത്? ഈ കണ്ണീരിനൊന്നും ഇനി ഒരു വിലയില്ലടി. ജീവിതത്തിനകത്ത് ഈ കണ്ണീരിന് ഇനി ഒരു വിലയില്ല. കാരണം ഇതൊന്നും നീ ഇന്നല്ല ഇതൊക്കെ ആലോചിച്ച് കരയേണ്ടത്, നീ മുന്നേ ആലോചിക്കേണ്ടതാണ്. എന്തൊക്കെ വന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ, സംഭവിക്കുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ നിനക്ക് ബോധോദയമുള്ള വ്യക്തിയല്ലായിരുന്നു. എന്നെ പോലെയല്ലോ പഠിപ്പ് വിവരമൊന്നും ഇല്ലാത്ത വ്യക്തിയല്ലോ. പഠിപ്പ് വിവരം ഇല്ലാത്ത ശാരദ ചായക്കടക്കാരിയായിട്ട് മാറി ഭർത്താവ് ഉപേക്ഷിച്ചമ്മ ഇറങ്ങി വന്ന പോലെ സ്വന്തം മക്കളെയും കൊണ്ട് അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലുള്ളവളല്ലോ നീ. എന്നിട്ട് പോലും നിനക്ക് ഇത്രയും വിവരം ഉണ്ടായിട്ടും ശാലിനി, നീ നിന്റെ ജീവിതം നിന്റെ കൈ കൊണ്ട് തന്നെ തകർത്ത് കളഞ്ഞല്ലോടി മോളെ. ഈ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ പേടിച്ചാടി ഈ 6 വർഷം ഞാൻ ഇവിടുന്ന് ഒളിച്ച് നടന്ന് നിൻ്റെ ഒരു ഒളിച്ചോട്ടവും നിൻ്റെ ഒരു ജീവിതത്തിൻ്റെ രീതിയും നീ ഇതുകൊണ്ട് എന്ത് നേടി ശാലിനി? നീ നിൻ്റെ സത്യാമ്മയെ വിശ്വസിച്ച് ലാസ്റ്റ് നിൻ്റെ ജീവിതം തന്നെ കൊണ്ടുവന്ന് അവരെ കാൽ കീഴി നീ അടിയറവ് പറഞ്ഞു വെച്ചില്ലേ? ഇനി എന്ത് നിനക്ക് നഷ്ടപ്പെടാണ്ടിരിക്കും? നീ നിൻ്റെ ജീവിതം എടുത്ത് കളാ. അവിടെ ഒരു കുഞ്ഞുണ്ട്, ഒരു പിഞ്ച് കുഞ്ഞുണ്ട്. അവൾ ഇത്രയും പ്രായമായിട്ടും അച്ഛൻ എന്ന് വരും അമ്മയെ, അച്ഛൻ എന്ന് വരും. അവളെ നീ മടി കിടത്തി ഉറക്കി ഓരോ വട്ടം അച്ഛൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് പോലും നിന്നോട് പറഞ്ഞില്ലേടി? ദാ വരുന്നു എന്ന് പറഞ്ഞ അമ്മ എത്ര കാലം കൊണ്ടാണ് ഈ പറയുന്നത്? എന്നാ ഈ നാളെ വരുന്നത് എന്ന് ആ കുഞ്ഞ് നിന്നോട് ചോദിച്ചപ്പോൾ നിനക്ക് ഉത്തരം ഉണ്ടായിരുന്നോ ശാലിനി? നീ എല്ലാത്തിനെക്കുറിച്ചും എല്ലാവരുടെ ജീവിതം നന്നാക്കാൻ നടന്ന് എൻ്റെ മോള് സ്വന്തം ജീവിതം ഇല്ലാതാക്കി. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് കരയുന്നതിനകത്ത് എന്ത് കാര്യം ഇരിക്കുന്നു? നിൻ്റെ ത്യാഗത്തിന് എന്തെങ്കിലും വില കിട്ടിയോ ശാലിനി? നീ ചെയ്ത കാര്യത്തിന് എന്തെങ്കിലും വില കിട്ടിയോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒറ്റ കാര്യം മനസ്സിൽ പേടിച്ചാണ് ഞാൻ നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നീ സത്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നീ സത്യാമ്മയോട് പറയാൻ നിനക്ക് പേടിയാണെങ്കിൽ വേണ്ട, നീ വിഷ്ണു മോനോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് പറ ശാലിനി എന്ന് ഞാൻ ഒന്നല്ലല്ലോ 1000 വട്ടം നിനക്ക് ഞാൻ തത്തയ്ക്ക് ഉപദേശം പറയുന്ന പോലെ പറഞ്ഞതാ. അന്നേരം ഒന്നും നിനക്ക് കേൾക്കണ്ട. ശ്യാമയുടെ ജീവിതം എന്ന്, നിന്റെ ജീവിതം പോയതിന്, നിന്റെ കൊച്ചിൻ്റെ ജീവിതം പോയതിന് നീ ആരോട് ഉത്തരം സമാധാനം പറയും ശാലിനി? അതും സാരമില്ല എന്ന് സഹിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങ് ജീവിച്ചുള്ളൂ. നീ സഹിച്ചെന്ന് ജീവിക്കും. നാളെ ആ കുട്ടി വളർന്നു വരുമ്പോൾ ചോദിക്കും, എൻ്റെ അച്ഛൻ അമ്മ എന്തിനാണ് മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുത്തത്? നീ ആ കൊച്ചിനോട് പറയോ, നിന്റെ അച്ഛൻ മറ്റൊരാളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് മോളെ എൻ്റെ പിടിപ്പേട് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയതാ. നിന്റെ അച്ഛൻ എന്നെ ഭയങ്കര സ്നേഹിച്ചു കാത്തിരുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് കളഞ്ഞതാണ്. നീ ആ കുഞ്ഞിനോട് പറയോ ശാലിനി? കുഞ്ഞ് ഇന്ന് ചെറുതാണ്, പക്ഷെ അവൾ നാളെ വളർന്ന് വലുതാകും. അപ്പോൾ അവൾക്ക് അറിയാൻ പറ്റും വിഷ്ണുവാണ് അവളുടെ അച്ഛൻ എന്ന് അവൾ അറിയുന്ന ഒരു നിമിഷം വരും. അന്ന് അവൾ ചോദിക്കും, എൻ്റെ കൺമുന്നിൽ എൻ്റെ അച്ഛൻ ഉണ്ടായിട്ടും അമ്മ എന്നെ എന്തിനെ പറഞ്ഞ് പറ്റിച്ചു എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും ശാലിനി? രാഘവേട്ടൻ നിന്നെ വന്ന് വിളിച്ചു തല്ലേ അങ്ങോട്ട് ചെല്ലാൻ. നീ എന്നിട്ട് നിന്റെ ജോലിക്കാരും നിനക്ക് അപ്പോഴത്തേക്ക് എന്താണ് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. നിന്റെ ജീവിതം വെച്ച് കളിച്ച നിമിഷത്തിൽ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞാണ് നിന്റെ ജീവിതം. അന്നെങ്കിലും രാഘവേട്ടൻ അത്രയും നിനക്ക് വേണ്ടി അത്രയും രാഘവേട്ടൻ ചെയ്തിട്ടും നിനക്ക് അവിടെ സത്യങ്ങളൊക്കെ പറയാമായിരുന്നു. അല്ല, സത്യാമ്മയോട് നിനക്ക് പറയാൻ വയ്യെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞാൽ വിഷ്ണു നിന്നെയും കൂട്ടി മാറി താമസിക്കുമായിരുന്നല്ലോ. നിന്റെ ജീവിതം അവൻ കളയും നിനക്ക് തോന്നുന്നു. ഇപ്പോഴും വന്ന് വിഷ്ണുമോ നിന്നെ പടിവാതിൽ വരെ കയറി വന്ന് രാത്രി വിളിച്ചതല്ലേ ശാലിനി? അപ്പം നീ കയ്യും തട്ടി മാറ്റിയിട്ട് മനസ്സ് നല്ലപോലെ നോവിച്ചല്ലേടി നീ ഇവിടുന്ന് ഇറക്കി വിട്ടത്? ഒരു വെട്ടമാണോ നീ അവൻ്റെ മനസ്സിനെ നോവിച്ച് വിട്ടത്? അവനെ എത്ര വെട്ടം ഈ മുറ്റത്ത് വന്നപ്പോൾ നീ ഇവിടെ ഒളിച്ചു കയറി ഇരുന്നിട്ടുണ്ട് ശാലിനി. നിന്റെ മകൾക്ക് അവനെ കാണാനുള്ള അധികാര അവകാശം ഇല്ല എന്നാണോ? നിനക്കോ അവന് വേണ്ട, അവക്കെങ്കിലും അവകാശപ്പെട്ടതില്ലേ? അവളുടെ അച്ഛൻ എന്ന ബന്ധം നിനക്ക് മുറിച്ചു മാറ്റാൻ വേണം. നിന്റെ താലി മാറ്റി വെച്ചാൽ അവൻ മറ്റൊരാളുടെ കഴുത്തി താലി കെട്ടിയാൽ തീർന്നു ഭർത്താവ് എന്ന ബന്ധം. പക്ഷേ മക്കളെന്ന ബന്ധം ഇനി മാറത്തില്ല ശാലിനി. നീ നിന്റെ അച്ഛനോട് ഭയങ്കര തട്ടിക്കറിയാന്നല്ലോ അന്ന്. മക്കളെ ഉപേക്ഷിച്ച് പോയ അച്ഛനാണ്, അമ്മയെ ഉപേക്ഷിച്ച് പോയ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ്. ഇതുപോലെ നാളെ നീ നിന്റെ അച്ഛനോട് ചോദിച്ച പോലെ നിന്റെ മോള് നിന്നോട് ചോദിക്കുന്നില്ല. നിനക്ക് എന്താ ശാലിനി ഉറപ്പുള്ളത്? അന്ന് നീ നിന്റെ അച്ഛൻ ഇറങ്ങിപ്പോയതുപോലെ നിന്റെ മോള് നിന്നെ ഇറക്കി വിട്ടാലോ?
മോളിറക്കി വിട്ടാൽ എന്താ, നീ ഇന്ന് വലിയ കളക്ടർ യജമാനത്തില്ലേ, അതുകൊണ്ട് നിനക്ക് എന്താണ് ആ ഒരു ഗതി വരുത്തില്ല എന്നുള്ള ഭയങ്കര വലിയ വിശ്വാസം. പക്ഷേ വിഷ്ണു നിന്റെ കാലിൽ പിടിച്ചാണ് ശാലിനി ഇവിടെ വന്ന് വിളിച്ചത്. കാരണം നിന്റെ അഭിമാനം വെച്ചാണ് എല്ലാവരും കളിക്കുന്നത്, എൻ്റെ ശാലിനി ആ തെറ്റ് ചെയ്യത്തില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിൻ്റെ മേൽ അവൻ വന്ന് നിന്നെ വിളിച്ചപ്പോൾ, എങ്കിലും എൻ്റെ മോളെ, നിനക്ക് സത്യമോളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും വിഷ്ണു മോനോടെങ്കിലും പറയാൻ അവസരമില്ലായിരുന്നു. നീ അന്നേരം അതും ചെയ്തില്ല. പകരം നിനക്ക് അന്നേരം സത്യാമ്മ വിളിക്കട്ടെ എന്നുള്ള ഒറ്റൊരു വാശിക്ക് നീ നിന്നു. ഇപ്പം അവൻ ഉൾപ്പെടെ നിൻ്റെതായോ? അല്ലല്ലോ. ഇപ്പം അവൻ മറ്റാരെയോ സ്വന്തമാണ്. അപ്പോഴത്തേക്കും അമ്മ വിഷ്ണു ഏട്ടനെ ഇതിലൊക്കെ വിശ്വസിക്കുക. വിഷ്ണു അത് വിശ്വസിക്കോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല മോളെ. ഇന്ന് സത്യാമ്മ നിന്നോട് ചോദിച്ചില്ലേ, നീ മറ്റൊരു വിവാഹം കഴിച്ചില്ല, നിനക്ക് എങ്ങനെ കുട്ടി ഉണ്ടാവും? അതിന് നിനക്ക് ഉത്തരം ഉണ്ടാകുന്നോ? ഇല്ല. ഇപ്പം വിഷ്ണു ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു എന്ന് വിളിച്ച് പറഞ്ഞത് ശ്യാമയാണോ വിളിച്ചു പറഞ്ഞത്? ശ്യാമ നിന്റെ അനിയത്തില്ലേ, അവൾക്ക് നിന്നെ വിളിച്ച് കള്ളം പറയേണ്ട ആവശ്യമില്ല, പറ്റിക്കാൻ വേണ്ടി വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അവനൊരു പെണ്ണിനെ നിന്റെ സ്ഥാനം മറ്റൊരാൾക്ക് കിട്ടിയിട്ടും നീ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാവരും നിന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായി മാറത്തില്ലേ ശാലിനി? അതായത് നീ ദേവനെ വിവാഹം കഴിച്ചു, ദേവൻ്റെ കുട്ടിയാണ് സത്യം എന്ന രീതിയിൽ എല്ലാവർക്കും സത്യമായിട്ടല്ലേ തോന്നുന്നു. വിഷ്ണുവിന് പോലും അത് മാത്രമേ തോന്നുള്ളൂ ശാലിനി. അതുകൊണ്ടല്ലേ വിഷ്ണു വേറെ ആരും വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. അന്ന് പോലും നീ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു സത്യം പറഞ്ഞില്ല. അപ്പോൾ ശാലിനിക്ക് തന്നോട് പറയാൻ എന്തോ മറയ്ക്കാനുണ്ടെന്നല്ലേ വിഷ്ണു ഉൾപ്പെടെ കരുതത്തുള്ളൂ. ഞാൻ അവൻ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും ശാലിനി? ഇത്രയും വർഷം നിനക്ക് വേണ്ടി അവൻ കാത്തിരുന്നില്ലേ? അവൻ്റെ ജീവിതം നിനക്ക് വേണ്ടി തന്നെ അങ്ങ് ഒഴിഞ്ഞു വെച്ചേക്കുന്ന അവൻ വല്ല നേർച്ച വെച്ചിട്ടുണ്ടോ ശാലിനി? ഇല്ലല്ലോ. ആൾ നിന്റെ സ്ഥാനത്ത് എത്തിയെന്ന് അറിഞ്ഞിട്ടും നീ പോകുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും ശാലിനി എന്ന് പറയുന്നത് ശാലിനി പറയുക, അല്ല അമ്മേ, ഞാൻ പോകുന്നുണ്ട്. വിഷ്ണു ഏട്ടൻ എൻ്റെ മാത്രം, വിഷ്ണു എൻ്റെ മാത്രം ഭർത്താവാണ്. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. ഇത്രയും നാൾ വരെ സത്യാമ്മയുടെ ജീവിതം, സത്യാമ്മ ജീവൻ ഒടുക്കുമോ എന്ന് പേടിച്ച് സത്യാമ്മയുടെ ജീവന് വില കൊടുത്ത് ഞാൻ എൻ്റെ ജീവിതം തന്നെ കളയുമോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് അമ്മയെ മനസ്സിലായി എന്ന് പറയുന്ന ശാലിനിയുടെ വാക്ക് കേൾക്കുമ്പോഴാണ് നമ്മുടെ ശാരദ അമ്മയ്ക്ക് മനസ്സിലൊരു സമാധാനമാകുന്നത്. കാരണം ഇനിയെങ്കിലും ഇവക്കൊരു ബോധോദയം വന്നല്ലോ എന്ന സമയത്ത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ഇത്രയും ത്യാഗം അനുഭവിച്ചതും ഞാൻ ഇത്രയും നരകം പോലെ എന്താണ് എൻ്റെ ജീവിതമാക്കി കളഞ്ഞ് ഞാൻ മാറി നിന്നതുമെല്ലാം സത്യാമ്മ ഒരിക്കലും എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് എൻ്റെ നന്മ മനസ്സിലാക്കി എന്നെ അംഗീകരിക്കുന്നു വെച്ചിട്ടാണ്. സത്യാമ്മ പക്ഷേ എന്നെ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിന് പകരം മറ്റൊരാളെ എൻ്റെ സ്ഥാനത്തേക്ക് സ്വീകരിക്കാനും സത്യാമ്മ തയ്യാറായി. പക്ഷെ ഞാൻ സത്യാമ്മ അങ്ങനെയല്ലോ, ദൈവത്തിന് തുല്യം വെച്ച് എൻ്റെ ഹൃദയത്തെ പൂജിച്ചതാണ്. സത്യാമ്മയുടെ ജീവൻ, സത്യാമ്മയ്ക്ക് വിഷ്ണുവേട്ടൻ കൊടുത്ത വാക്ക്, അത് ഞാൻ കാരണം വിഷ്ണുവേട്ടൻ തെറ്റിക്കേണ്ട വരാൻ പാടില്ല. ഞാൻ കാരണം എൻ്റെ ഭർത്താവിൻ്റെ തല താഴാൻ പാടില്ല. പോരാതിന് സത്യാമ്മയുടെ ജീവൻ വെച്ച് സത്യാമ്മ വാശി പിടിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ കാരണം സംഭവിക്കരുത്, എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അമ്മയെ നഷ്ടമാകരുത് എന്ന വിചാരം കൊണ്ടാണ് അമ്മേനെ ഇത്രയും കാലം ഇതെല്ലാം സഹിച്ചത്. എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടാടുന്നതിൻ്റെ കാര്യമൊക്കെ ഈ ഒരു കാര്യമാണ്. ഇനി എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല അമ്മേ. ഇനി ഞാൻ അങ്ങനെ എൻ്റെ വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടുകൊടുത്തില്ല. എൻ്റെ താലിയുടെ വില എനിക്ക് അറിഞ്ഞിരിക്കണം. എൻ്റെ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത് വിഷ്ണുവേട്ടനാണെങ്കിൽ ആ താലിയുടെ സ്ഥാനത്തിന് ഞാൻ മാത്രമാക്കി അർഹത. മറ്റൊരു പെണ്ണിനെ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ശാലിനി മാത്രമാണ് വിഷ്ണുവേട്ടൻ്റെ പെണ്ണ്. ശാലിനി അല്ലാതെ മറ്റാരെയും ശാലിനി എന്താണ് ആ ജീവിതത്തിൽ കടത്തി വിടത്തില്ല. എൻ്റെ മോളുടെ അച്ഛനാണ്, എനിക്കെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? ആര് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വിഷ്ണുവേട്ടനെ കാണാൻ വരുന്നുണ്ട്. ഞാൻ സത്യാമ്മയോട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ സ്വന്തമായി നശിപ്പിച്ച പോലെ ആകും എന്ന് ശാലിനി പറയുന്നതാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ? ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. നിങ്ങളുടെ കമൻസുകളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻസ് ഒക്കെ ഇടണേ. ബൈ.